സംസ്ഥാനത്തെ എല്ലാ ആംബുലൻസുകളെയും ആശുപത്രികളെയും പോലീസിനെയും ഉൾപ്പെടുത്തി അടിയന്തര സഹായത്തിനായി മൊബൈൽ ആപ്പ് വരുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ആംബുലൻസുകളുടെയും ആശുപത്രികളുടെയും യോഗം വിളിച്ച് ജില്ലാതലത്തിൽ ആപ്പിലേക്ക് വിവരശേഖരണം നടത്തിവരുന്നു. ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഗതാഗത കമ്മീഷണറുടെയും യോഗം ഇതിനായി ചേർന്നു. സർക്കാർ, സ്വകാര്യ സന്നദ്ധ സംഘടനകൾക്കും ആശുപത്രികൾക്കും മൊത്തം 7000 ആംബുലൻസുകളാണ് സംസ്ഥാനത്തുള്ളത്. നിലവിൽ 108 ആംബുലൻസാണ് കൺട്രോൾ റൂമിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ GPS ലൊക്കേഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്. പുതിയ മൊബൈൽ ആപ്പിലേക്ക് 108 ആംബുലൻസുകളെയും ഉൾപ്പെടുത്തും. പോലീസിൻ്റെ 112 എന്ന നമ്പറാണ് ആംബുലൻസ് ആപ്പിൻ്റെ നമ്പർ. 112ലേക്ക് വിളിച്ചയാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏറ്റവും അടുത്തുള്ള പോലീസ് സംഘത്തെ അയക്കുന്ന രീതിയാണ് പോലീസിനുള്ളത്. ആംബുലൻസ് ആപ്പിൽ നിലവ് വന്നതോടെ 112ൽ ആംബുലൻസ് സഹായത്തിന് വിളിച്ചാൽ ഏറ്റവും അടുത്തുള്ള ആംബുലൻസിനെ അവിടേക്ക് അയക്കാൻ ആപ്പിൽ നിന്ന് തന്നെ അലേർട്ട് ലഭിക്കും. പരിക്കിൻ്റെ സ്വഭാവമനുസരിച്ച് പോകേണ്ട ആശുപത്രിയുടെ വിവരവും അപ്പോൾ തന്നെ കൈമാറും. CPR ഉൾപ്പെടെ പ്രാഥമിക ചികിത്സയ്ക്ക് എവിടെയെങ്കിലും പ്രവേശിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ വിവരവും ആപ്പിൽ നിന്ന് ആംബുലൻസിലേക്ക് ഉടൻ കൈമാറും. ആംബുലൻസുകൾ അമിത ചാർജ് ഈടാക്കുന്നത് ഒഴിവാക്കി നിരക്ക് ഏകീകരിച്ചിരുന്നു. ഈ നിരക്കും മൊബൈൽ ആപ്പിൽ കാണാം.